അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഞാൻ മൂസയെയും ഈസയെയും ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും കണ്ടു. അൽ ഇസ്രാ വൽ മിഅ്റാജ്, രാത്രിയാത്രയും ആകാശാരോഹണവും നടത്തിയ അന്ന്. ഈസയ്ക്ക് ചുവന്ന നിറമായിരുന്നു, അപ്പോൾ മേലും മുഴുവൻ ചുവന്നത്, വെളുത്തു ചുവന്നിരിക്കുന്ന മനുഷ്യൻ. ചുരുണ്ട മുടിയായിരുന്നു, നല്ല വിരിഞ്ഞ നെഞ്ചായിരുന്നു. മൂസയ്ക്ക് ഒരു ബ്രൗൺ അല്ലെങ്കിൽ തവിട്ട് നിറമായിരുന്നു, നിവർന്ന മുടിയായിരുന്നു, വളരെ പൊക്കവും നീളമൊക്കെ ഉള്ള ആളായിരുന്നു. അസുത്ത് എന്ന് പറയുന്ന ആളുകളിൽപ്പെട്ട ആളെപ്പോലെയായിരുന്നു അദ്ദേഹം ഇരുന്നത്. അപ്പോൾ ഷാനു അസുത്ത്, ഇത് രണ്ട് ഗോത്രങ്ങളാണ് അറേബ്യയിൽ അന്നത്തെ ഏറ്റവും കറുത്ത ആളുകൾ. ഇവിടെ ബ്രൗൺ എന്നാണ് പറയുന്നത്, വേറെ സ്ഥലത്ത് കറുപ്പ് എന്ന് പറയുന്നുണ്ട്, ആദം എന്ന് പറയുന്നുണ്ട്. ആദം എന്ന് പറഞ്ഞാൽ കറുത്തത്, ആദ്യത്തേത്, വെളുത്തത്, ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. ഒരു ഭാഷ അതിൻ്റെ പാരമ്യതയിലെത്തുമ്പോൾ പല വാക്കുകളും നേരെ എതിരായ അർത്ഥത്തിനും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊരു കവികളുടെ ലെവലിലെത്തണം ഭാഷയിൽ. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ ഒരു നീഗ്രോക്കാരനെ പോലെ ഇരിക്കുന്നതായിട്ട് എടുക്കാം. നല്ല പൊക്കവും നീളവും മസിലും ഒക്കെ ഉള്ള ഒരു ചുരുണ്ട മുടിയുള്ള കറുത്ത നിറമുള്ള നീഗ്രോയാണ് മൂസ അലൈഹിസ്സലാം. അപ്പം നമുക്ക് ഈ കറുത്തവരെ കാണുമ്പോൾ ബുദ്ധിമുട്ടൊന്നും തോന്നേണ്ട കാര്യമില്ല, കാരണം കറുത്ത പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും വെളുത്തവർ അല്ല എന്നും, നമുക്ക് എല്ലാ നാട്ടിലേക്കും പ്രവാചകന്മാർ പോയിട്ടുണ്ടെന്നും, അപ്പോൾ ചൈനയിലേക്ക് ചൈനക്കാരെ പോലെ ഇരിക്കുന്ന പ്രവാചകന്മാർ പോയിട്ടുണ്ട്. ആദിവാസി ഗോത്രങ്ങളായ അമേരിക്ക, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, അല്ലെങ്കിൽ അതുപോലെയുള്ള ആമസോൺ കാടുകളുണ്ടെങ്കിൽ അത് അങ്ങോട്ടൊക്കെ അവിടുത്തെ രീതിയിലുള്ള പ്രവാചകന്മാർ പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കാണാൻ അവരെ പോലെ ഇരിക്കുക. സാധാരണ രീതിയിൽ പ്രവാചകന്മാർ എന്ന് പറയുന്ന ആ സമുദായത്തിലെ ഏറ്റവും സുന്ദരന്മാരും ആ സമുദായത്തിലെ ഏറ്റവും ലക്ഷണം ഒത്തവരും ആയിരിക്കും. വികലാംഗരായിട്ട് ആരും ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആകെ നമുക്കറിയാവുന്ന അംഗവൈകല്യം ഉള്ള ഒരു പ്രവാചകൻ എന്ന് പറയുന്നത് മൂസ അലൈഹിസ്സലാമാണ്. അദ്ദേഹത്തിന് സംസാരത്തിൽ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഅയ്തു ഈസ വമൂസ വഇബ്രാഹിം ഫഅമ്മ ഈസ ഫഅഹ്മറു ജഅദുൻ അരീദു സ്വദരി വഅമ്മ മൂസ ഫആദമു ജസീമുൻ സബത്തുൻ കഅന്നഹു മിൻ റിജാലി സുത്ത്. ഇവിടെയും അറബിയിൽ ആദം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ശരിക്കും കറുത്ത ആളാണ്. പരിഭാഷയിൽ ബ്രൗൺ എന്ന് എഴുതി വെച്ചിരിക്കുന്നു, പരിഭാഷപ്പെടുത്തിയ ഇമാമിന്. അതിന് അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ എഴുതി വെക്കേണ്ട കാര്യമില്ല. കാരണം ഇതെല്ലാം എഴുതുമ്പോൾ അവർ ഫതുൽ ബാരിയോ ഒക്കെ നോക്കാറുണ്ട്. അതായത് ബുഖാരിയുടെ വിശദീകരണമാണ് ഫതുൽ ബാരി. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായിട്ട്, അൽ മസീഹ് ദജ്ജാൽ ആളുകളുടെ മുമ്പിലേക്ക് വരും. അത് വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ അള്ളാഹു ഒറ്റക്കണ്ണനല്ല, പക്ഷേ അൽ മസീഹ് ദജ്ജാൽ ഒരു കണ്ണ്, അതായത് വലത്തെ കണ്ണ് കാഴ്ചയില്ലാത്തതും ഇടത്തെ കണ്ണ് ഒരു പഴുത്ത് അധികമായ അല്ലെങ്കിൽ പൊട്ടിയ മുന്തിരി പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതും ആയിരിക്കും. അപ്പം നിങ്ങളുടെ ദൈവം അല്ലെങ്കിൽ അള്ളാഹു ഒറ്റക്കണ്ണനല്ല. ദജ്ജാൽ എന്ന് പറയുമ്പോൾ ഒരു കണ്ണില്ലെങ്കിൽ അവൻ അള്ളാഹു ആണെന്ന് കാണേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അനുസരിക്കേണ്ട, അല്ലെങ്കിൽ കേൾക്കേണ്ട, അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഖാല അബ്ദുല്ലാഹി ദക്കറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ബൈന ലഹ്റാനി നാസിൽ മസീഹ ദജ്ജാല ഫഖാല ഇന്നല്ലാഹ ലൈസ ബിഅവറല ഇന്നൽ മസീഹ ദജ്ജാല അവറു ഐനിൽ യുംന കഅൻ ഐനഹു ഐനബുൻ ത്വാഫിയത്തുൻ. കഅബയുടെ അടുത്ത് കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ഒരു മനുഷ്യനെ കണ്ടു, ബ്രൗൺ അല്ലെങ്കിൽ തവിട്ട് നിറമുള്ള മനുഷ്യൻ. തവിട്ട് നിറം എന്നൊക്കെ പറയുമ്പോൾ കറുത്ത് ചുവന്ന നിറത്തിനെ നമുക്ക് തവിട്ട് നിറം എന്ന് വിളിക്കാം. ചില നീഗ്രോകളെ കാണുമ്പോൾ ഒരു അല്പം ചുവപ്പ് പോലെയോ അല്ലെങ്കിൽ തവിട്ട് പോലെയോ കയറി വന്നിട്ടുണ്ടാവും, നല്ല കറുപ്പുമായിരിക്കും. എന്നാൽ അപ്പം നമുക്കത് കറുത്തവരാണ്, പക്ഷെ അറബികൾ അതിലെല്ലാം വളരെ വ്യക്തമായി തിരിച്ച് പറയുന്നവരാണ്. അതുകൊണ്ടായിരിക്കും തവിട്ട് നിറം എന്ന് പറയുന്നത് ആദം എന്നതിന് പകരം. കാരണം ഇവിടെ ഉദും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഉദുമിരി റിജാൽ, ബ്രൗൺ അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള മനുഷ്യൻ. അതായിരുന്നു ബ്രൗൺ നിറത്തിൽ അല്ലെങ്കിൽ തവിട്ട് നിറത്തിൽ കാണാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മുടിക്ക് ഭയങ്കര നീളം ഉണ്ടായിരുന്നു, അത് രണ്ട് തോളുകൾക്കിടയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുടിക്ക് വണ്ണം കുറവായിരുന്നു. അപ്പോൾ ചില സ്ഥലത്ത് ചുരുണ്ട മുടി എന്ന് പറയുന്നുണ്ട്, ഇവിടെയൊക്കെ നീണ്ട മുടി എന്നാണ് പറയുന്നത്, നിവർന്ന മുടി. അതിൽ നിന്നും വെള്ളം വീഴുന്നുണ്ടായിരുന്നു. അദ്ദേഹം രണ്ടാളുകളുടെ തോളത്ത് കൈവച്ചിട്ടുണ്ടായിരുന്നു, കഅബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ആരാണത്? ഇത് ഈസ, മറിയമിൻ്റെ മകൻ. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, യൂസുഫ് അലൈഹി സ്വലാം വെളുത്തതായിരുന്നു എന്ന് തോന്നുന്നു, പക്ഷേ ഈസ അലൈഹി സ്വലാം ചുവന്നതായിരുന്നു അല്ലെങ്കിൽ കറുത്തതായിരുന്നു. നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ സായിപ്പന്മാർ, ഇംഗ്ലീഷിലുള്ള അല്ലെങ്കിൽ വലിയ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള സായിപ്പന്മാരെയൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല നീലക്കണ്ണുള്ള വെളുത്ത് തുടുത്ത നീണ്ട മുടിയൊക്കെ ഉള്ള മെലിഞ്ഞ് നീണ്ട മുഖവും നീണ്ട വളഞ്ഞ മൂക്കും ഒക്കെ ഉള്ള ആളെ വെച്ചിട്ടാണ് ഈസ അലൈഹി സ്വലാമിൻ്റെ റോളൊക്കെ അഭിനയിച്ച് സിനിമയൊക്കെ പിടിക്കാറുള്ളത്. അതാണെന്ന് വിചാരിച്ചാണ് അവരിയ്ക്കുന്നത്. പക്ഷേ ശരിക്കും ഈസ അലൈഹി സ്വലാം എന്ന് പറയുന്നത് ഇസ്രായേലിൽ ജനിച്ച ബൈത്തുൽ മുഖദ്ദസ്
മുഖദ്ദസ് ഏരിയയിലൊക്കെ ജീവിച്ച അവിടുത്തെ ഒരു യഹൂദിയായ മനുഷ്യനാണ്, ഒരു അറബിയാണ് എന്ന് മനസ്സിലാക്കണം ആദ്യം തന്നെ. അല്ലാതെ അദ്ദേഹം അമേരിക്കക്കാരനോ യൂറോപ്പുകാരനോ അല്ല. അപ്പോൾ ഇവിടുത്തെ ആൾ എങ്ങനെയായിരിക്കും? അറബികളിൽ കറുത്തവരും ഉണ്ടായിരുന്നു, വെളുത്തവരും ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം 12 ഗോത്രങ്ങളുണ്ടായിരുന്നു മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത്. അത് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് 12 സഹോദരന്മാരായിരുന്നു. യൂസുഫ് അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിൻ്റെ 11 സഹോദരന്മാരും. അവർ 12 ഗോത്രങ്ങളായിരുന്നു. അവർക്കെല്ലാവർക്കും പലതരത്തിലുള്ള നിറവും ശാരീരിക രൂപഭാവങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തും നമുക്കറിയാം അടിമകളായിരുന്ന ഈജിപ്തിലുണ്ടായിരുന്നവരൊക്കെ മിക്കവരും കറുത്തവരും, ഒറ്റയടിക്ക് കണ്ടാൽ അവർ അടിമയാണെന്നും ഈജിപ്തിലുള്ളവരല്ല എന്നും മനസ്സിലാവുന്ന രീതിയിലുള്ള ആളുകളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈസ അലൈഹി ഇസ്ലാം എന്ന് പറയുമ്പോൾ നമ്മളും ചിലപ്പോൾ ഈ പടങ്ങളൊക്കെ കണ്ടിട്ട് യേശു എന്ന് പറയുന്നത് ഒരു അമേരിക്കക്കാരനാണോ എന്ന് തോന്നിപ്പോവും. നല്ല നീല പച്ച നിറത്തിലുള്ള കണ്ണുകളും ഒക്കെ ആയിട്ട്. പക്ഷെ അതൊന്നുമല്ല, ഒരു അറബി എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ പറയുകയാണ്. ആ തവിട്ട് നിറമുള്ള മനുഷ്യൻ കാബയ്ക്ക് ചുറ്റും നടക്കുന്നു. ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഈസ, മറിയമിൻ്റെ മകനായ ഈസ. അദ്ദേഹത്തിൻ്റെ പുറകിൽ ഞാനൊരു മനുഷ്യനെ കണ്ടു. ചുരുണ്ട ചെറിയ മുടികളുള്ള ആളെ കണ്ടു. ആ ആൾക്ക് വലത്തെ കണ്ണ് പൊട്ടിയതായിരുന്നു, കാണാൻ പറ്റാത്തതായിരുന്നു. ഇബ്നു ഖത്താനെ പോലെ ഉണ്ടായിരുന്നു കാഴ്ചയ്ക്ക്. അപ്പോൾ അവിടുത്തെ ആരെങ്കിലും ഒരു മനുഷ്യനായിരിക്കും ഇബ്നു ഖത്താൻ എന്ന് പറയുന്നത്. അയാളും ഒരു ആളുടെ തോളത്ത് കൈവച്ചുകൊണ്ടാണ് കാബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതാരാണ്? അപ്പോൾ എന്നോട് പറയപ്പെട്ടു അൽ മസീഹ് ദജ്ജാൽ. അപ്പോൾ ദജ്ജാലിനും ചുരുണ്ട മുടിയാണ്. വാറാനി അല്ലൈലത ഇൻദൽ കഅബത്തി ഫിൽ മനാമി ഫൈദാ റജുലുൻ ആദമു കഅഹ്സനി മാ യുറാ മിൻ ഉദ്മിർ റിജാലി തദ്രിബു ലിമ്മത്തുഹു ബൈന മൻകിബൈഹി റജുലു ശൈരി യഖ്തുറു റഅസുഹു മാഅൻ വാദിയൻ യദൈഹി അലാ മൻകിബൈ റജുലൈനി വഹുവ യതൂഫു ബിൽ ബൈതി ഫഖുൽതു മൻ ഹാദാ ഖാലു ഹാദൽ മസീഹു ഇബ്നു മറിയം ثم رأيت رجلا وراه جاد قطتا أعور العين اليمنى كأشبه من رأيت بابني قطان واضعا يديه على منكبي رجل يطوف بالبيت فقلت من هذا فقالوا المسيح الدجال. സാലിം വിശദീകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നും കേട്ടതായിട്ട്, അല്ലെങ്കിൽ പിതാവിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ. ഇല്ല, അള്ളാഹു ആണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഈസ ചുവന്ന നിറമുള്ള ആളാണ് എന്ന്. പക്ഷേ പറഞ്ഞത് ഞാൻ ഉറങ്ങുകയായിരുന്നു. എൻ്റെ സ്വപ്നത്തിൽ ഞാൻ എന്നെ തന്നെ കാബയ്ക്ക് തവാഫ് ചെയ്യുന്നതായിട്ട് കണ്ടു. പെട്ടെന്ന് ഞാൻ ഒരു തവിട്ട് നിറമുള്ള മനുഷ്യനെ കണ്ടു. അയാൾക്ക് നീണ്ട മുടിയായിരുന്നു. അയാളുടെ 2 ആളുകൾക്കിടയിൽ നടക്കുകയായിരുന്നു. തലയിൽ നിന്നും വെള്ളം ഇറ്റ് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈസ അലൈഹി ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും തല നനഞ്ഞിരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ നനഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കാരണവശാൽ വെള്ളം ഇറ്റ് വീഴുകയോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അതാരാണ്? ആളുകൾ പറഞ്ഞു അത് മറിയമിൻ്റെ മകൻ ആകുന്നു. എന്നിട്ട് ഞാൻ പുറകോട്ട് നോക്കി. അപ്പോൾ ഒരു ചുവപ്പ് നിറമുള്ള ഒരു തടിയനായ ചുരുണ്ട മുടിയുള്ള മനുഷ്യനെ കണ്ടു. ആളുടെ വലത്തെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു, അല്ലെങ്കിൽ പൊട്ടക്കണ്ണായിരുന്നു. അത് ഒരു പൊട്ടിച്ചീഞ്ഞ് തള്ളി നിൽക്കുന്ന മുന്തിരി പോലെയായിരുന്നു ആ കണ്ണ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഇവൻ ആരാണ്? അവർ എന്നോട് മറുപടി പറഞ്ഞു അത് ദജ്ജാൽ ആകുന്നു. ദജ്ജാലിനോട് കാഴ്ചയ്ക്ക് സാമ്യമുണ്ടായിരുന്ന ആള് ഇബ്നു ഖത്തൻ ആയിരുന്നു. അസ്സുഹരി പറയുന്നു അവൻ, അതായത് ഇബ്നു ഖത്തൻ ഖുസാ ഗോത്രത്തിൽ നിന്നുള്ള ഒരു ആളാണ്. അയാള് ഇസ്ലാമിന് മുമ്പേ മരിച്ചു പോയിരുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ അറിയപ്പെടുന്ന ആ നാട്ടുകാരനായ ഒരു മനുഷ്യൻ, പക്ഷെ നേരത്തെ മരിച്ചു പോയതാണ്. അൻ സാലിമിൻ അവൻ നബിഹി ഖാല ലാ വല്ലാഹി മാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഈസ അഹ്മർ വലാകിൻ ഖാല ബൈനമാ അന നായിമുൻ അതൂഫു ബിൽ കഅബത്തി ഫൈദാ റജുലുൻ ആദം സബ്തു ശൈരി യുഹാദാ ബൈന റജുലൈനി യൻതിഫു റഅസുഹു മാഅൻ. അപ്പോൾ ഇതിലും ആദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈസ അലൈഹി സ്വലാം കറുത്തതാണ് എന്ന് നമുക്ക് ഊഹിക്കാം. ഔ യുത്രാഖു റഅസുഹു മാഅൻ ഫഖുൽതു മൻ ഹാദാ ഖാലു ഇബ്നു മറിയമ ഫദഹബ്തു അൽതഫിതു ഫൈദാ റജുലുൻ അഹ്മറു ജസീമുൻ ജാദുർ റഅസി അവറു ഐനിൽ യമനി കഅന്ന ഐനബത്തുൻ ഖാഫിയത്തുൻ ഖുൽതു മൻ ഹാദാ ഖാലു ഹാദൽ ദജ്ജാൽ വഅഖറബുൻ നാസി ബിഹി ശബഹൻ ഇബ്നു ഖത്തൻ ഖാല അസ്സുഹരിയു റജുലുൻ മിൻ ജുസാത ഹലക ഫിൽ ജാഹിലിയ്യ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഞാനാകുന്നു മറിയമിൻ്റെ മകനോട് ഏറ്റവും അടുത്ത ആൾ, മനുഷ്യരിൽ ഏറ്റവും അടുത്ത ആൾ. കാരണം എല്ലാ പ്രവാചകന്മാരും ഒരേ വാപ്പാടെ മക്കളാണ്, അല്ലെങ്കിൽ ഒരു വാപ്പായിൽ നിന്നുള്ള സഹോദരങ്ങളാണ്. എനിക്കും അദ്ദേഹത്തിനും ഇടയിൽ വേറൊരു പ്രവാചകൻ ഇല്ല. അപ്പോൾ എൻ്റെ തൊട്ട് മൂത്ത സഹോദരനാണത്. ഉമ്മ വേറെയാണ്, വാപ്പ ആദം അലൈഹി ഇസ്ലാമാണെന്നാണ് പ്രവാചകന്മാരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ളത്. ഞങ്ങൾ പ്രവാചകന്മാരെല്ലാവരും ഒരു വാപ്പാടെ മക്കളാണ്.
പല ഉമ്മമാരുടെ മക്കളാണ് എന്ന്. അപ്പോൾ എനിക്കും ഈസയ്ക്കും ഇടയിൽ ആരും പ്രവാചകന്മാരായി വരാത്തതുണ്ട്. അപ്പോൾ 600 കൊല്ലത്തോളം പ്രവാചകന്മാരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം റസൂൽ പറഞ്ഞതാണ്. അതുകൊണ്ട് എൻ്റെ ഏറ്റവും അടുത്ത സഹോദരനാണ് ഈസ. എന്നോട് ഏറ്റവും അടുത്ത, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും അടുത്തിരിക്കുന്നു. عن أبي هريرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول أنا أولي الناس بابن مريم والأنبياء أولاد علات ليس بيني وبينه نبي. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഈ ലോകത്തിലും പരലോകത്തിലും ഞാനാകുന്നു ഈസയോട് മനുഷ്യരിൽ ഏറ്റവും അടുത്ത ആൾ, ഈസ ഇബ്നു മറിയമിനോട്. പ്രവാചകന്മാരെല്ലാം ഒരേ പിതാക്കളിൽ നിന്നുള്ള സഹോദരന്മാരാകുന്നു, അവരുടെ ഉമ്മമാർ വേറെ ആകുന്നു, പക്ഷെ അവരുടെ മതം ഒന്നാകുന്നു, അതായത് ഇസ്ലാമിക ഏകദൈവ വിശ്വാസം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനാ ഔലിന്നാസി ബിഈസ ഇബ്നു മറിയമ ഫിദ്ദുനിയ വൽ ആഖിറ വൽ അംബിയാഉ ഇഖ്വത്തുൽ ലില്ലാത്ത് ഉമ്മഹാതുഹും ശത്താ വദീനുഹും വാഹിദ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഈസ ഇബ്നു മറിയമിൻ്റെ മകനായ ഈസ ഒരു മനുഷ്യൻ കക്കുന്ന കണ്ടു. അപ്പോൾ ചോദിച്ചു, നീ കട്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, അള്ളാഹു ആണ്, ആരാധനയ്ക്ക് അർഹനായി വേറെ ഒരാളില്ലാത്ത അള്ളാഹു ആണ്, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ഈസ പറഞ്ഞു, ഞാനും വിശ്വസിക്കുന്നുണ്ട് അള്ളാഹുവിൽ, പക്ഷേ ഞാൻ എൻ്റെ കണ്ണിനെ തള്ളിപ്പറയുന്നു അല്ലെങ്കിൽ സംശയിക്കുന്നു. ഒരാൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അപ്പോൾ അന്ന് അദ്ദേഹം കണ്ടത് തെറ്റിപ്പോയതായിരിക്കും, അതല്ലെങ്കിൽ അദ്ദേഹം അതങ്ങ് കണ്ണടച്ചു എന്നായിരിക്കും ഉദ്ദേശിക്കേണ്ടത്. അള്ളാഹു ആലം. ഏതായാലും അവിടെ ഒരു സംഭവം നടന്നു, അദ്ദേഹം അത് കണ്ടു, പക്ഷേ ഇയാളിങ്ങനെ വലിയ സത്യം പറഞ്ഞുകൊണ്ടായിരിക്കും അത് വിട്ടുകളഞ്ഞത്. അല്ലെങ്കിൽ അദ്ദേഹം അത് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ ഈസാ അലൈഹി ഇസ്ലാമിന് കണ്ണിന് തെറ്റുപറ്റിയതായിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നത് പോലെ. അള്ളാഹു ആലം. ഏതായാലും നമുക്ക് വിട്ടുകളയാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റഅ ഈസാ റജുലൻ യസ്രിഖു ഫഖാല ലഹു അസ്റഖ്ത ഖാല കലാ വല്ലദീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഖാല ഈസാ ആമൻതു ബില്ലാഹ് വകദ്ദബ്തു ഐനി. ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, എന്നെ ഒരുപാട് സ്തുതിക്കരുത്, അലിപ്പൊക്കി പറയരുത്, ക്രിസ്ത്യാനികൾ മറിയമിൻ്റെ മകനെ പറഞ്ഞതുപോലെ. അപ്പോൾ അതങ്ങ് പറഞ്ഞു പ്രവാചകൻ എന്നൊക്കെ ഉള്ള ഇച്ചിരി പറഞ്ഞു കയറ്റി വലിയ പ്രവാചകനായി, പിന്നെ വലിയ പ്രവാചകനായി, അത് കഴിഞ്ഞിട്ട് ദൈവപുത്രനായി, അന്ന് വരെ പറഞ്ഞു കയറ്റി. അപ്പോൾ അങ്ങനെ എന്നെ നിങ്ങൾ പുകഴ്ത്തി ഇല്ലാണ്ടാക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ വെറും ഒരു അടിമയാകുന്നു, എന്നെ അതുകൊണ്ട് അബ്ദുള്ള, അള്ളാഹുവിൻ്റെ അടിമയും അവൻ്റെ പ്രവാചകനും, റസൂലുള്ള എന്ന് വിളിക്കുക. അബ്ദുള്ള റസൂലുള്ള, അല്ലാതെ അതിൽ കൂടുതൽ വിളിക്കാൻ പാടില്ല. സമയ ഉമർ റളിയല്ലാഹു അൻഹു യഖൂലു അലൽ മിൻബരി സമയത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയമ ഫഇന്നമാ അന അബ്ദുഹു ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു. അബൂ മൂസ അശ്ശഅരി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അവൻ്റെ അടിമ പെൺകുട്ടിയെ അല്ലെങ്കിൽ അടിമ സ്ത്രീയെ നല്ല സ്വഭാവങ്ങൾ പഠിപ്പിച്ചാൽ, നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്താൽ, എന്നിട്ട് അവളെ സ്വതന്ത്രയാക്കിയാൽ, എന്നിട്ട് അവളെ കല്യാണം കഴിച്ചാൽ അവന് ഇരട്ടി കൂലി കിട്ടും. ഒരു മനുഷ്യൻ ഈസയിൽ വിശ്വസിച്ചാൽ, എന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിച്ചതിന് ശേഷം അവന് ഇരട്ടി കൂലി കിട്ടും. അപ്പോൾ ആളുകളൊക്കെ കലിമ ചൊല്ലി കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളിൽ നിന്ന് ഇസ്ലാമിലേക്ക് പരിവർത്തനം വരുന്ന അല്ലെങ്കിൽ തിരിച്ചു വരുന്ന ആളുകൾക്ക് കലിമ ചൊല്ലി കൊടുക്കുമ്പോൾ, ആ ചൊല്ലി കൊടുക്കുന്ന ഇമാമിങ്ങളൊക്കെ പലരും പറയാറുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ അഷ്ഹദു അന്ന ഈസാ അബ്ദുല്ലാ. അവരെടുത്ത് പറയും, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ വേറെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അതുപോലെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നു. എന്നിട്ട് എടുത്ത് പറയിപ്പിക്കും, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ അടിമയാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നു, അതുപോലെ ഈസ എന്ന പ്രവാചകൻ അവൻ്റെ അടിമയാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നു, എടുത്ത് പറയിപ്പിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ആരെങ്കിലും എന്നിൽ വിശ്വസിക്കുകയും ഈസയിൽ വിശ്വസിക്കുകയും ചെയ്താൽ അവന് ഇരട്ടി കൂലി കിട്ടും. അപ്പോൾ നമ്മളും അതൊരു പ്രാവർത്തികമാക്കേണ്ടതാണ്. ഈസാ നബി ഉണ്ടെന്ന് നമുക്കറിയാം, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നതാണ്. എങ്ങാനും വിശ്വാസത്തിൽ കുറവുണ്ടെങ്കിൽ അതൊരു പ്രവാചകനായിരുന്നു എന്ന് ഉറപ്പിച്ചാൽ മതി. ഒരു അടിമ ഭയന്നാൽ, അനുസരിച്ചാൽ, അവൻ്റെ രക്ഷിതാവിനോടുള്ള അവൻ്റെ കടമയും കർത്തവ്യവും പൂർത്തീകരിച്ചാൽ, അതായത് അള്ളാഹുവിനോടുള്ള കടമയും കർത്തവ്യവും, എന്നിട്ട് അവൻ്റെ ഉടമസ്ഥനെ അനുസരിച്ചാൽ, അത് ഭൂമിയിലുള്ള ഉടമസ്ഥനാവാം, അടിമയായ മനുഷ്യൻ്റെ, അവനും ഇരട്ടി കൂലി കിട്ടും. 97-ാമത്തെ ഹദീസിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. അബീ മൂസ അശ്ശഅരി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അദ്ബർ റജുലു അമതഹു ഫഅഹ്സന തഅദീബഹ വഅല്ലമഹ ഫഅഹ്സന തഅലീമഹ ثم أعتقها فتزوجها
കാന ലഹു അജ്റാൻ വ ഇദാ ആമന ബിഈസ സുമ്മ ആമന ബി ഫലഹു അജ്റാൻ വൽ അബ്ദു ഇദാ തഖ റബ്ബഹു വഅതാ മവാലിയഹു ഫലഹു അജ്റാൻ. അള്ളാഹു അഅലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.